Hi friends, Assalamu alaikum. Welcome back to Tasty and Traditional. നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് തരിക്കഞ്ഞി. ഞാനിവിടെ തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തേങ്ങാപ്പാൽ വെച്ച് എളുപ്പത്തിൽ എങ്ങനെ തരിക്കഞ്ഞി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലാണ്. ഞാനിവിടെ 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാൽ കൊണ്ടും തരിക്കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ്. തരിക്കഞ്ഞിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 1 ടീസ്പൂൺ റവ എന്ന കണക്കിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് 2 ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സേമിയാണ്. ഞാനിവിടെ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം സേമിയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. റവയും സേമിയയും ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. റവ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റവ ആയാലും സേമിയ ആയാലും വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. എന്നാലാണ് നമ്മൾ തരിക്കഞ്ഞിയുടെ കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ റവയും സേമിയയെല്ലാം ഏകദേശം വെവായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഉപ്പ് ചേർക്കുമ്പോഴാണ് നമ്മുടെ തരിക്കഞ്ഞിക്ക് അതിൻ്റെതായ രുചി കിട്ടുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര ഒന്ന് മെൽട്ടാകുന്നവരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയെല്ലാം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ 1-ാം പാലാണ്. ഞാനിവിടെ 250 ml കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കപ്പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായി ചൂടാവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കാച്ചാനായിട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസും കുറച്ച് പീനട്ടും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. നട്ട്സ് എല്ലാം ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഫ്രൈ ചെയ്ത ഉള്ളിയും നട്ട്സുമെല്ലാം തയ്യാറാക്കി വെച്ച തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലും സേമിയയും വെച്ചുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കിഡിലും തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചെറു ചൂടോട് കൂടി തന്നെ ഗ്ലാസ്സിലേക്ക് തരിക്കഞ്ഞി സെർവ് ചെയ്യുകയാണ്. റവ ചേർത്ത് കൊടുത്തുകൊണ്ട് തരിക്കഞ്ഞി ചൂടാറും തോറും കട്ടി വരുന്നതായിരിക്കും. അപ്പോൾ തരിക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.